ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ ദേവസ്വം ബോർഡ് അല്ലേ, കേരള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിജ്ഞാപനങ്ങൾ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരള PSC അല്ലെങ്കിൽ കേരള ദേവസ്വം ബോർഡ്, കേരള PSC അല്ല, കേരള ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഷോർട്ട് നോട്ടീസ് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിയേ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, അതായത് KDRB, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ KDRB പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഗുരുവായൂർ ദേവസ്വത്തിലെ താഴെ പറയുന്ന തസ്തികകളിലെ ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നും അപേക്ഷ. നമ്മൾ KDRB, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലേക്ക് ദേവസ്വം ബോർഡുകൾ, ഗുരുവായൂർ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എന്നിങ്ങനെയുള്ള എല്ലാ ദേവസ്വം ബോർഡിലേക്കും പരീക്ഷകൾ കൃത്യമായി നടത്താൻ നമുക്ക് ആരുണ്ട്? കേരള ട്രാവൻകൂർ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്. അപ്പൊ ആ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഈ 29/3/2025 പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഷോർട്ട് നോട്ടീസാണ്. നമുക്കതിൽ ഓരോ പോസ്റ്റുകൾ, ഇതിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ പോസ്റ്റുകളുടെയും കാറ്റഗറി നമ്പർ കൃത്യമായി കിട്ടുന്നുണ്ട്, തസ്തികയുടെ പേരുകൾ കൃത്യമായി കിട്ടുന്നുണ്ട്, പ്രായപരിധി കൃത്യമായി കിട്ടുന്നുണ്ട്, ശമ്പള നിരക്കുകൾ കൃത്യമായി കിട്ടുന്നുണ്ട്, ഒഴിവുകൾ കൃത്യമായി കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് കാറ്റഗറി നമ്പർ, ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെ, വ്യക്തമല്ലേ? അതെ, നോക്കൂ. ആദ്യം പറയുന്നത് കാറ്റഗറി നമ്പർ 1/2025 അടിസ്ഥാനമാക്കി ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് ഉണ്ട്. ശമ്പള പരിധി 18 ടു, ശമ്പളമല്ല, പ്രായപരിധി 18 to 36. അതുപോലെ തന്നെ ശമ്പള സ്കെയില് 28,500 മുതൽ 60,700 വരെയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. 26,500 മുതൽ 60,700 വരെയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. 36 ഒഴിവുകളിലേക്കാണ്. നോക്കണേ, 26,500 മുതൽ 60,700 വരെ LDC ശമ്പള സ്കെയിലാണ്. 36 ഒഴിവ്. രണ്ടാമത്തെ ഏതാണ്? കാറ്റഗറി നമ്പർ 2/2025 ഹെൽപ്പർ പോസ്റ്റ് ആണ്. പ്രായപരിധി 18 to 36 തന്നെയാണ്. ശമ്പളം 23,000 മുതൽ 50,200 വരെ 14 ഒഴിവുകളിലേക്ക്. അടുത്ത കാറ്റഗറി നമ്പർ 3/2025 സാനിറ്റേഷൻ വർക്കർ ഓർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ 18 to 36 തന്നെയാണ്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെ 116 ഒഴിവുകളിലേക്കാണ്. അടുത്ത പരിശോധിക്കാം. 4/2025 ഗാർഡനർ പോസ്റ്റ് ആണ്. ശമ്പള സ്കെയിൽ, പ്രായപരിധി 18 to 36 തന്നെയാണ്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെ ഒരു ഒഴിവാണ്. അടുത്തത് 5/2025 കൗബോയ് പോസ്റ്റ് ആണ്. പ്രായപരിധി 20 to 36 ആണ്. ശമ്പള സ്കെയിൽ 23,000 to 50,200 ആണ്. 30 ഒഴിവുകളിലേക്കാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 06/2025 ലിഫ്റ്റ് ബോയ് പോസ്റ്റ് ആണ്. 18 to 36 ആണ്. ശമ്പള സ്കെയിൽ 23 to 50,200, 9 ഒഴിവുകളിലേക്കാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 07/2025 റൂം ബോയ് പോസ്റ്റ് ആണ്. 18 to 36 ഏജ് ലിമിറ്റ്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെ 118 ഒഴിവുകൾ അല്ലെ, 118 ഒഴിവുകളുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 8/2025 പ്ലംബർ പോസ്റ്റ് ആണ്. 18 to 36 ശമ്പള സ്കെയിൽ 25,100 മുതൽ 57,900 വരെ 6 ഒഴിവുകളിലേക്ക്. അടുത്തത് 09/2025 ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആണ്. 25 to 40 ആണ് പ്രായപരിധി. ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 വരെ 2 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത പരിശോധിക്കാം. 10/2025 വെറ്റനറി സർജൻ പോസ്റ്റ് ആണ്. 25 to 40 ആണ്. 55,200 മുതൽ 1,15,300 വരെ 3 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത 11/2025 LD ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. ശമ്പള സ്കെയിൽ, ശമ്പളമല്ല, പ്രായപരിധി 18 to 36 ആണ്. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 വരെ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് 12/2025 അസിസ്റ്റന്റ് ലൈൻമാൻ പോസ്റ്റ് ആണ്. 20 to 36 പ്രായപരിധി. ശമ്പള സ്കെയിൽ 26,500 to 60,700, 16 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത 13/2025 കീഴടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർക്ക് വിളിച്ചിട്ടുണ്ട്. 25 മുതൽ 45 വരെ പ്രായപരിധി. 25,100 മുതൽ 57,900 വരെ ശമ്പളം. 12 ഒഴിവുകളിലേക്കാണ്. അടുത്ത 14/2025 ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നില്ല അല്ലെ, ഞാൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. നോക്കുക. അടുത്ത എന്താണ്?
14/2025 ലാബ് ക്ലീനർ പോസ്റ്റാണ്. 12-36 അതിന്റെ ഒരു പ്രായപരിധി. 23,000 മുതൽ 50,200 വരെ ശമ്പള സ്കെയിൽ 8 ഒഴിവുകളിലേക്കാണ് അല്ലെ, 8 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത ബോർഡിലേക്ക് നോക്കിയേ. ശമ്പള സ്കെയിൽ പോസ്റ്റിന്റെ പേര് 15/2025 കലാനിലയം സൂപ്രണ്ട് പോസ്റ്റാണ്. പ്രായപരിധി 12-26. എങ്ങനെയാ ശമ്പളം? 50,200 മുതൽ 1,05,300 വരെ ഒരു ഒഴിവാണുള്ളത്. അടുത്ത 16/2025 കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാനാണ്. ശമ്പള സ്കെയിൽ അല്ല, പ്രായപരിധി ആദ്യം 236, ശമ്പളം 50,000 മുതൽ 1,00,000 വരെ തന്നെയാണ്, ഒരു വേക്കൻസിയാണ്. അടുത്ത 17/2025 അല്ലേ, 17/2025 കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ്. അതിന്റെ ഒരു പ്രായം 236 ശമ്പള സ്കെയിൽ 24,000 മുതൽ 55,000 വരെ 4 ഒഴിവുകളിലേക്കാണ്. അടുത്ത 18/2025 കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവന്റ് ആണ്. 236 പ്രായപരിധി 24,400 മുതൽ 55,000 വരെ ഒരു വേക്കൻസിയാണ്. അടുത്ത 19/2025 താളം പ്ലെയർ ആണ്. ശമ്പള സ്കെയിൽ 236, ശമ്പളമല്ല പ്രായപരിധി 236, ശമ്പള സ്കെയിൽ 26,500 to 60,700 LDനെ പോലെ തന്നെ ഒരു വേക്കൻസിയാണ്. അടുത്ത കാറ്റഗറി നമ്പർ 20/2025 ടീച്ചർ മദ്ദളം വാദ്യവിദ്യാലയമാണ്. പ്രായപരിധി 236, 31,100 മുതൽ 66,800 വരെ ഒരു വേക്കൻസിയിലേക്കാണ്. അടുത്ത 21/2025 ടീച്ചർ തിമില വാദ്യവിദ്യാലയം തിമിലയാണ്. അത് 236 അതിന്റെ ഒരു ഏജ് ലിമിറ്റ്. ശമ്പള സ്കെയിൽ 31,100 to 66,800 വരെ ഒരു വേക്കൻസിയാണ്. അടുത്ത 22/2025 വർക്ക് സൂപ്രണ്ട് പോസ്റ്റാണ്. പ്രായം 236, ശമ്പള സ്കെയിൽ 26,500 to 60,700, 10 ഒഴിവുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അടുത്ത 23/2025 ആന ചമയ സഹായിയാണ്. ഏജ് 18 to 36, ശമ്പളം കൊടുത്തിരിക്കുന്ന 24,400 to 55,200 വരെ ഒരു വേക്കൻസിയിലേക്കാണ്. ക്ലിയർ ആണേ. അടുത്ത വീണ്ടും ബോർഡിലേക്ക് നോക്കൂ. കാറ്റഗറി നമ്പർ 24/2025 അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് 1 പോസ്റ്റ് ആണ്. അതിന്റെ 25 to 40 അതിന്റെ ഒരു പ്രായപരിധി പറയുന്നത്. 31,100 മുതൽ 66,800 വരെയാണ് അതിന്റെ ഒരു ശമ്പള സ്കെയിൽ അല്ലെ. കേരളത്തിന്റെ CPO ശമ്പളമാണ് അത് നമുക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അടുത്ത 25/2025 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് ആണ്. പ്രായം 20 to 36, അതിന്റെ ഒരു ശമ്പള സ്കെയിൽ 26,500 to 60,700, 2 ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്ത ബോർഡിലേക്ക് നോക്കാം. 26/2025 കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 20 to 36, ഏജ് 27,900 മുതൽ 27,900 മുതൽ 63,700 വരെ ഒരു വേക്കൻസി. നമ്മുടെ കേരള PSCയിലെ സിവിൽ എക്സൈസിന്റെ ശമ്പള സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. 27,900 ബേസ് വരുന്ന സിവിൽ എക്സൈസിനാണ്. അടുത്ത 27/2025 ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ആണ്. അതിന് 25 to 40 പ്രായം എന്ന് പറയുന്നത്. 35,600 മുതൽ 75,400 വരെ ഒരു വേക്കൻസിയാണ്. അടുത്ത 28/2025 ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. 12 to 36, ശമ്പള സ്കെയിൽ CPO തന്നെ. 31,100 to 66,800 ഒരു വേക്കൻസി. അടുത്ത 29/2025 മെഡിക്കൽ ഓഫീസർ ആയുർവേദ. 25 to 40 പ്രായപരിധി. 55,200 മുതൽ 1,15,300 2 ഒഴിവുകളിലേക്കാണ് അല്ലെ, 2 ഒഴിവുകളിലേക്കാണ്. അടുത്തത് 30/2025 ആയ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. 12 to 36, ശമ്പളം 23,000 to 50,200, 6 ഒഴിവുകളിലേക്കാണ്. അടുത്ത 31/2025 ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. 12 to 36, ശമ്പള സ്കെയിൽ 23,000 to 50,000, 2 ഒഴിവുകളാണ്. അടുത്ത 32/2025 സ്യൂപ്പർ പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. 12 to 36 23,000 to 50,200, 2 വേക്കൻസി. ക്ലിയർലി. അടുത്ത നോക്കാം 33/2025 ലാബ് അറ്റൻഡർ പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. 12 to 36 23,000 to 50,200 ശമ്പളം, ഒരു വേക്കൻസി. അടുത്ത 34/2025 ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്. 12 to 36 ശമ്പള സ്കെയിൽ 26,500 to 60,700, ഒരു വേക്കൻസി.
അടുത്ത 35/2025 KG ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 240 ശമ്പളം പറയുന്നത്. 35,600 മുതൽ 75,400 വരെ 2 വേക്കൻസിയാണ്. ബോർഡ് കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? കാണുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അടുത്ത ലാസ്റ്റ് 3 പോസ്റ്റുകൾ വായിക്കാനുണ്ട്. 36/2025 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പോസ്റ്റ് 18 to 36 ശമ്പള സ്കെയില് 31,100 to 66,800 3 ഒഴിവുകളുണ്ട്. അടുത്ത 37/2025 ഡ്രൈവർ ഗ്രേഡ് 2 പോസ്റ്റ് 18 to 36 25,100 മുതൽ 57,900 വരെ ശമ്പള സ്കെയില് 4 ഒഴിവുകളാണ്. അടുത്ത 38/2025 മദ്ദളം പ്ലെയർ ക്ഷേത്രത്തിലേക്ക് 20 to 36 ഏജ് ലിമിറ്റ് ശമ്പള സ്കെയിൽ 26,500 to 60,700 ഒരു വേക്കൻസി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നിലവിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അടിസ്ഥാനത്തിൽ KDRB പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഷോർട്ട് നോട്ടീസ്, ഷോർട്ട് പത്ര കട്ടിംഗ് ആണിത്. അപ്പൊ നോക്കൂ, താഴെ ഒരു ക്ലോസ് പറയുന്നു. മേൽ തസ്തികകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിക്കാമെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പേപ്പർ ഇറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ പരിശോധിക്കണം അല്ലേ? അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് വരും ദിവസങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. വരും ദിവസങ്ങളിൽ എന്താണ് ഓരോ പോസ്റ്റുകളിലെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു വലിയ PDF ഷോർട്ട് നോട്ടീസ് വരാറുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഇതിന്റെ കാറ്റഗറി നമ്പറും ഇപ്പൊ കൃത്യമായി കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റുകളിലെയും പേരുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏജ് ലിമിറ്റിന്റെ റേഞ്ച് OBC ജനറൽ കാറ്റഗറി റേഞ്ച് ജനറൽ കാറ്റഗറി കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ കൊടുത്ത റേഞ്ച് ജനറൽ കാറ്റഗറിയാണ്. ഈ കൊടുത്തിരിക്കുന്ന ഓരോ റേഞ്ചുകളും ജനറൽ കാറ്റഗറിയാണ്. OBCക്ക് മതിയായ കൺസെഷൻ ഉണ്ട്, 3 വയസ്സ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. SC STക്ക് കൺസെഷൻ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് ആണ്. ഇനി ഇതിന്റെ പ്രായപരിധി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പ്രായപരിധിയാണ് ഏജ് ലിമിറ്റ്. പിന്നെ ശമ്പള സ്കെയിൽ കൃത്യമായി കൊടുത്തു, ഒഴിവുകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കി ഇനി ഏവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം ഇതിന്റെ സിലബസ് വേണം. സിലബസ് കേരള PSC അല്ല, കേരള ദേവസ്വം ബോർഡ് അപ്ഡേറ്റ് ചെയ്യണം. ചെയ്യുന്ന മുറയ്ക്ക് ഓരോന്നായിട്ട് നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ സിലബസ് വേണം. അതായത് ഡീറ്റെയിൽ സിലബസ് വേണം, സിലബസിന്റെ സമ്മറി വേണം, ഡീറ്റെയിൽ സിലബസ് വേണം, മാർക്ക് ഡിവിഷൻ കൃത്യമായിട്ട് വേണം. അതുപോലെ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വേണം. അപ്പൊ അതെല്ലാം വരും ദിവസങ്ങളിൽ KDRB വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അത് വരുന്ന മുറയ്ക്ക് ഓരോന്നായിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെടുന്ന ലാസ്റ്റ് കുഴപ്പമുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൃത്യമായി ഞാൻ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് ഇതിന്റെ ഒരു കാറ്റഗറി നമ്പർ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് കമന്റ് ബോക്സിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മുടെ ASB എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ആ ന്യൂസിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.